വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു, ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ഫോൺ വരുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു അന്നത്തെ, അല്ലേ? അതിപ്പോ ഓർമ്മയുണ്ടോ അതൊക്കെ? പിന്നെ പഠിച്ചൊന്നും മറക്കൂല നമ്മള്. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോണിൽ STD വന്ന സമയത്താണ്. STD വിളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ അത്രയും പൈസ ഉള്ളവർ STD വിളിക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളൊരു 10 മിനിറ്റിൽ സംസാരിക്കേണ്ടതൊക്കെ 1 മിനിറ്റിൽ സംസാരിച്ച് തീർക്കും. ആ സമയത്താണ് ആ ഐറ്റം നമ്മൾ അവതരിപ്പിക്കുന്നത്. അതെ, കാരണം ഒരുപാട് പറയാനുണ്ടെങ്കിൽ അത് പല പ്രാവശ്യം പറഞ്ഞ് ചെറുതാക്കിയിട്ട് അതേ പറയുള്ളൂ. പണ്ട് നമ്മൾ ടെലഗ്രാം ഒക്കെ അയക്കുന്ന അങ്ങനെയാണ്. ഇപ്പോൾ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മൾ പറയുന്ന ഒരു തമാശ ഉണ്ട്. കാപ്പേ കൂപ്പേ, കാപ്പേ കൂപ്പേ, കല്യാണി പ്രസവിച്ചു, കുട്ടി പെൺകുട്ടി. ഓരോ അക്ഷരത്തിനാണ് പൈസ, എങ്ങനെയാണ് പൈസ ലാഭിക്കുക. അതേപോലെ STD കോളും. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം. അപ്പൊ നാരായണൻകുട്ടി ഒരു കൊച്ചു കുട്ടിയാണ്, ചെറിയ ഇപ്പോഴും കുട്ടിയാണ്. അപ്പോൾ ഫോൺ അവിടെ നിന്ന് വരികയാണ്, എന്താണ് ബോംബെയിൽ നിന്ന് വരികയാണ് ഫോൺ. കൂട്ടുകാരൻ, അതായത് നാരായണൻകുട്ടിയുടെ അച്ഛൻ്റെ ഒരു സുഹൃത്താണ് വിളിക്കുന്നത്. ഞാൻ അച്ഛൻ്റെ കൂട്ടുകാരനാകട്ടെ. ഹലോ, ആരാണ്? മിസ്റ്റർ സക്കറി ഉണ്ടോ? ഹലോ, മിസ്റ്റർ സക്കറി ഉണ്ടോ? സക്കറിയുടെ ഒരു കൂട്ടുകാരൻ ബോംബെയിൽ നിന്ന് വിളിക്കുകയാണ്. സക്കറി ഉണ്ടോ? അതെ, ഡാഡിയുടെ ഇല്ല. ഓ, സക്കറിയുടെ മോനാണോ? മോനെ, സക്കറിയുടെ ഫ്രണ്ട് തോമസ് ആണ് വിളിക്കുന്നത്. ബോംബെ എന്നാണ് വിളിക്കുന്നത്. STD ആണ് വിളിക്കുന്നത്. അതായത് ഡാഡി വരുമ്പോഴേക്കും ഒരു അത്യാവശ്യ കാര്യം പറയണം. ഒന്ന് എഴുതിയെടുത്തോ മോനെ അങ്ങോട്ട്. ഹലോ, അതെ, ഞാനിപ്പോ പേപ്പർ എടുത്തോണ്ട് വരാട്ടോ. പേപ്പറൊക്കെ തൊട്ടടുത്ത് എടുത്ത് വെക്കണ്ടേ? പേപ്പറൊക്കെ എടുത്ത് ദൂരെ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സമയമാണ് പോകുന്നത്. STD ആണ് വിളിക്കുന്നത്. ഹലോ 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 മോനെ, പേപ്പർ കിട്ടിയോ? പേപ്പർ കിട്ടിയല്ലോ അല്ലേ? അത് ഈ പറയുന്ന കാര്യം ഒന്ന് പെട്ടെന്ന് അർജന്റായിട്ടൊന്ന് എഴുതിയിട്. അതായത് നാളെ രാവിലെ മോനെ എഴുതുന്നില്ലേ? ഹലോ, ഞാൻ പെൻസിൽ എടുത്തിട്ടില്ല. മോനെ പെൻസിൽ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. എന്താണ്? ഞാൻ ബോംബെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ പെട്ടെന്ന് പെൻസിൽ എടുത്തോണ്ട് പോയി. ഹലോ, പെൻസിലും പേപ്പറൊക്കെ കിട്ടിയിട്ടാ. കിട്ടിയോ? ഞാൻ പറയുന്ന ഒന്ന് അത്യാവശ്യം എഴുതിയിടൂ. നാളെ രാവിലെ 7 മണിന്റെ ഫ്ലൈറ്റ്. അതെ, പെൻസിലിന്റെ മോനെ ഒടിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീട്ടിൽ കൊണ്ടുപോയി ഇപ്പൊ കെട്ടിക്കൊണ്ട് വരാട്ടാ. എന്റെ മോനെ പെട്ടെന്ന് തന്നെ ആവട്ടെ. ഓ, ഇത്തരം കുരുത്തം കെട്ട പിള്ളേരുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുന്ന ഇത്ര. ഹലോ മോനെ, പെൻസിലും പേപ്പറും ഒക്കെ കിട്ടിയല്ലോ അല്ലേ? പറയുന്നത് എഴുതിയെടുക്കുമല്ലോ. അതായത് പറയേണ്ടത് നാളെ രാവിലെ 7 മണിന്റെ ഫ്ലൈറ്റ്. ഹലോ, എന്താണ് മോനെ എഴുതുന്നില്ലേ? എനിക്ക് എഴുതാൻ അറിഞ്ഞൂടാ. ഇത് അന്ന് നമ്മൾ ഒരുപാട് സ്റ്റേജുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് നാടുകളിൽ പോയിട്ടുണ്ട്. നാരായണൻകുട്ടിയുടെ ശരിക്കും ഹൈലൈറ്റ് ആയ ഒരു പ്രോഗ്രാമാണ്.